പ്രദോഷവേളയിൽ ശിവഭഗവാനെ ഭജിച്ചാൽ വെള്ളിയാഴ്ച പ്രദോഷ ദിനമാണ്. ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ചും ജപിക്കേണ്ട നാമത്തെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ശ്രീ മഹാദേവന്റെ അനുഗ്രഹത്തിന് ധാരാളം ആചരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതമായി അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസവും കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ത്രയോദശി ദിവസം സന്ധ്യയ്ക്ക് വരുന്ന പ്രദോഷം. ദാരിദ്ര്യ ദുഃഖശമനം, ആയുരാരോഗ്യം, പാപമുക്തി, സൽകീർത്തി, സന്തുഷ്ട കുടുംബം, വിവാഹം, സന്താനഭാഗ്യം തുടങ്ങി സർവ്വ ഐശ്വര്യങ്ങളും ഈ വ്രതം നോറ്റാൽ ലഭിക്കുന്നതാണ്. 2022 ജൂൺ 12 വെള്ളിയാഴ്ചയാണ് ഇടവത്തിലെ കൃഷ്ണപക്ഷ പ്രദോഷം. 2 പ്രദോഷങ്ങളിൽ ശ്രേഷ്ഠവും കൂടുതൽ പേർ ആചരിക്കുന്നതും കറുത്തപക്ഷ പ്രദോഷമാണ്. ത്രയോദശി തിഥി ദിവസം പ്രദോഷവേളയിൽ പാർവതി ദേവിയെ പീഠത്തിലിരുത്തി ശിവഭഗവാൻ നടരാജ നൃത്തം ചെയ്യുമത്രയും. ഈ സമയത്ത് എല്ലാ ദേവീ ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും. ആയതിനാൽ പ്രദോഷം നോറ്റാൽ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുമെന്നുമാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ശിവഭജനം നടത്തുന്നതും ബില്വാഷ്ടകം ജപിച്ച് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും മംഗളകരമാണ്. സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല കുടുംബജീവിതം, ധനം, സന്താനം, സൽകീർത്തി, ആരോഗ്യം എന്നിവയെല്ലാം ലഭിക്കുമെന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. സന്ധ്യയ്ക്ക് പ്രദോഷ പൂജാവേളയിൽ എവിടെ ഇരുന്നാലും കഴിയുന്നത്ര തവണ ഓം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. വ്രതാനുഷ്ഠാന രീതി എങ്ങനെയാണെന്ന് നോക്കാം. പ്രദോഷം ഉപവാസമായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത്. തലേന്ന് ഒരിക്കലെടുത്ത് വ്രതം തുടങ്ങാം. നാൾ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളയില കൊണ്ട് അർച്ചന നടത്താം. കൂവളമാല സമർപ്പിക്കാം. പിൻവിളക്ക്, ജലധാര എന്നീ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. പകൽ മുഴുവൻ ഉപവാസമാണ് എടുക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കാം. പഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവ അഷ്ടോത്രം, ലിംഗാഷ്ടകം, ഉമാമഹേശ്വര സ്തോത്രം, ദാരിദ്ര്യ ദുഃഖ ശിവസ്തോത്രം, വിശ്വനാഥാഷ്ടകം, പ്രദോഷ സ്തോത്രം, ശിവപുരാണം തുടങ്ങിയവയെല്ലാം ജപിക്കാവുന്നതാണ്. ശിവനാമങ്ങളും ശിവമന്ത്രങ്ങളും ജപിച്ചുകൊണ്ടിരിക്കുക. സാധിക്കുമെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജ, ദീപാരാധന എന്നിവയിൽ പങ്കുകൊള്ളുക. സാധിക്കാത്തവർ വീട്ടിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ കരിക്ക് നിവേദിച്ച് അതിലെ നീര് സേവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അവിലോ മലരോ പഴമോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഉപവാസം അവസാനിപ്പിക്കാം. മാസം തോറുമുള്ള ഏതെങ്കിലും ഒരു പ്രദോഷമെങ്കിലും അനുഷ്ഠിച്ചാൽ എല്ലാ ദുരിതങ്ങളും ശമിക്കും. പ്രദോഷവ്രതം എടുക്കാൻ കഴിയാത്തവർ അന്ന് സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര, കൂവളാർച്ചന തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ്. അതിനുശേഷം 108 തവണ ഓം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. ശിവഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രദോഷവ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.